റിമൈനിങ് പൈ ടേംസ് കണ്ടുപിടിച്ചോ? ഇവിടെ പൈ 2 പൈ 3 ഫൈൻഡ് ഔട്ട് ചെയ്തനോന്ന്. ആർക്കും ആവില്ലേ? പൈ 1 ക്ലാസ്സിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. പൈ 2 പൈ 3 നിങ്ങളോട് ചെയ്ത് നോക്കി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞിരുന്നു. പൈ 2 പൈ 3 ടേംസ് കണ്ടുപിടിച്ചനോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എടോ നിങ്ങളോടല്ലേ ചോദിക്കുന്നേ, റിപ്ലൈ തരണോ? സാരംഗെ കണ്ടുപിടിച്ചനാ? സാരംഗ് സാരംഗിന് പറയുന്ന കേൾക്കുന്നുണ്ടോ? സാരംഗിന് ഞാൻ ചോദിക്കുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? രാകേഷ് കണ്ടുപിടിച്ചനാ? പൈ 2 പൈ 3. സാർ എന്താ കണ്ടുപിടിക്കാതിരുന്നേ? ഞാൻ നിങ്ങളോട് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടല്ലേ? പറഞ്ഞിട്ടില്ലേ? പിന്നെന്താ ചെയ്യാത്തെ? അഭിനന്ദ് ചെയ്തനോ? ഇല്ല സാർ. എന്താ ചെയ്യാത്തെ? തിരിയുന്നില്ല. അന്ന് തിരിയാതെ ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? ഏതാ എനിക്ക് തിരിയാത്ത? അത് പറ. എനിക്ക് തിരിയാതിരുന്ന ഏതാ? അഭിനന്ദനോടാ ചോദിക്കുന്നേ. അഭിനന്ദൻ എന്താ ഒന്നും പറയാത്ത? ഞാൻ അഭിനന്ദനോടല്ലേ ചോദിക്കുന്നേ. അഭിനന്ദൻ മൈക്ക് മ്യൂട്ടാക്കി വെച്ചേക്കുന്നേ. അഭിനന്ദനോടാ ചോദിക്കുന്നേ. അഭിനന്ദൻ എന്താ മനസ്സിലാവാതിരുന്നത്? അതിന്റെ ബാക്കി. അതെ, അതിൻ്റെ അകത്ത് ഏതാ മനസ്സിലാവാത്തത്? എവിടെയാ നീ ചെയ്തപ്പോ സ്റ്റക്കായത്? അത് പറ. നീ ചെയ്ത് നോക്കിയിട്ടില്ല, വെറുതെ പറയുവാണ്. തിരിയുന്നില്ല. 100 പ്രാവശ്യം ഒരു പ്രോബ്ലം എടുക്കുമ്പോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഇത് മനസ്സിലായിനോ, ഇത് മനസ്സിലായിനോ? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
പിന്നെ ഒരു കാര്യം ചെയ്തു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു വരാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇത് വെറുതെ സിനിമ തിയേറ്ററിൽ വന്നിരിക്കുന്ന പോലെ വന്നിരുന്നിട്ട് എന്താ കാര്യമുള്ളേ? സായുജി ഏതിനാ? ഇല്ല. എന്താ ചെയ്യാത്തേ? ഞാൻ ചെയ്തു കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ ഇന്നലെ? ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും 2-3 പ്രാവശ്യം പറഞ്ഞില്ല, പൈ2ഉം പൈ3യും നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. നിങ്ങൾ ചെയ്താൽ മാത്രമേ എവിടെയാണ് പ്രശ്നം പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഞാൻ ഈ എഴുതിയത് മുഴുവൻ നിങ്ങൾ നോക്കി എഴുതിയതിനെ കൊണ്ട് എന്താ കാര്യമുള്ളത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തു കൊണ്ടുവരാൻ പറഞ്ഞ്. പൈ1 എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് 1 അവർ മുഴുവൻ എടുത്ത് ഞാൻ പറഞ്ഞു തന്നു. അതേ പ്രൊസീജിയർ, അതിന്റെ ഡയമെൻഷൻ ഫോർമുല എല്ലാം എഴുതി തന്നിട്ടുണ്ട്. വെറുതെ 3 ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്യേണ്ട പൈ2 പൈ3 ചെയ്തു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് ചെയ്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ അത് ധിക്കാരമാണ്. ഇങ്ങനെ പോയാൽ മതി, സാറ് മാർക്കിട്ട് തരും, അങ്ങ് പാസ്സാവും എന്നാ ധാരണ എങ്കിൽ അതവിടെ വെച്ചേച്ചാ മതി കേട്ടോ. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ സ്റ്റാഫ് അഡ്വൈസറെ വിളിച്ചിട്ട് പറഞ്ഞോളാം. മ്യൂ ബൈ L0 അല്ലേ പൈ2? Sure. പൈ2 മ്യൂ ബൈ L0 ആണ് വരിക. അത് കിട്ടി. പൈ3 കെ ബൈ V² വരും. So π2, it is L raised to A2 into V raised to B2 into rho raised to C2 into mu. So after this, we have to substitute the dimensional formula for each quantity. So dimensional formula for length is L. So it will be L raised to A2 into second term is velocity. It is LT raised to -1 raised to B2. Third term is density. ML raised to -3 into C2. And last term is dynamic viscosity. Dimension ML raised to -1 T raised to -1. Substituting L raised to A2, L raised to B2, T raised to -B2, M raised to C2, L raised to -3 C2, ML raised to -1, T raised to -1.
So here m raised to c2 is there, m is there. So net power will become m raised to c2 plus 1, l raised to a2, l raised to b2, l raised to minus 3c2, l raised to minus 1. So l raised to a2 plus b2 minus 3c2 minus 1, t raised to minus b2 minus 1. The dimensional formula of pi term is m raised to 0, l raised to 0, t raised to 0. Each pi term is dimensionless quantity. So c2 plus 1 equal to 0, which implies c2 is minus 1. Next term is a2 plus b2 minus 3c2 minus 1 equal to 0. So c2 is minus 1. So a2 plus b2 minus 3 into c2 is minus 1 minus 1 equal to 0. a2 plus b2 plus 3 minus 1 equal to 0. a2 plus b2 plus 2 equal to 0. a2 plus b2 equal to minus 2. Then minus b2 minus 1 minus b2 minus 1 equal to 0. Power of t is minus b2 minus 1. Then b2 is equal to minus 1. Substitute this value in this equation. You will get a2 minus 1 equal to minus 2. a2 is 1 minus 2 minus 1. So a2 minus 1, b2 minus 1, c2 minus 1. So what was our term? L raised to a2, v raised to b2, rho raised to c2. L raised to a2, v raised to b2, rho raised to c2 into mu. This was second pi term, pi 2. So give the corresponding values of a2, b2 and c2. a2 is minus 1. Velocity power is b2, it is minus 1. Then third term, density is c2, rho raised to c2 minus 1 into mu. So you can write it as mu by rho VL. Okay, so second pi term will be mu by rho VL. Then third pi term, that is pi 3. So pi 1 എത്രയായിരുന്നു വന്നത്? pi 1 is r by rho L square V square. R by rho L square V square. Pi 2 mu by rho VL. So we got two pi terms.
Pi 1 we got as R by rho L square V square. Pi 2 is mu by rho VL. Now we have to get pi 3. For pi 3, it was L raised to A3, V raised to B3, rho raised to C3 into K. K was bulk modulus. So dimension was similar to pressure. Pressure Newton per meter square. ml T raised to minus 2 by L square. So ml raised to minus 1 T raised to minus 2. So it is L raised to A3, LT raised to minus 1 raised to B3, ml raised to minus 3 raised to C3, ml raised to minus 1 T raised to minus 2. That is L raised to A3, LT raised to minus 1 raised to B3, ml raised to minus 3 raised to C3, ml raised to minus 1 T raised to minus 2. Ah. 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 T raised to minus 2 raised to C3. No, ഇതിന് C3 പവർ ഇല്ല. This is only ml raised to minus 3. L raised to A3. LT raised to minus 1 B3. ml raised to minus 3 power C3. Then ml raised to minus 1 T raised to minus 2. L raised to A3, L raised to B3, T raised to minus B3, m raised to C3, L raised to minus 3 C3, m, L raised to minus 1, T raised to minus 2. Power of m will become C3 plus 1. Power of L become A3 plus B3 minus 3 C3 minus 1. Power of T will become minus B3 minus 2. This is equal to m raised to 0, L raised to 0, T raised to 0. Then C3 plus 1, 0. C3 is minus 1. A3 plus B3 minus 3C3 minus 1. A3 plus B3 minus 3C3 minus 1, 0. A3 plus B3 minus 3 into minus 1 minus 1, 0. A3 plus B3 plus 2 equal to 0. A3 plus B3 is minus 2. Minus B3 minus 2. B3 minus 2, 0. B3 is minus 2. A3 minus 2 is minus 2. A3 is 2 minus 2, 0. Then L raised to 0. B raised to minus 2. T raised to
by v square. K by v square into rho. C3 minus 1 ആണ്. ആ C3 minus 1 ആണ്. Okay. So it will become K by rho square into by v square K by v square into rho എന്ന് വരും. Okay. A3 B3 minus 2 അല്ലേ? B3 minus 2. അപ്പോ C3 minus A3 1. A3 0. അവിടെ വരുന്ന A3 പ്ലസ് B3 മൈനസ് 3C3 എന്നല്ലേ? A3 plus B3 minus B- 3C3 minus 1 equals 0. ഓ C3 മൈനസ് minus 1 ഉണ്ട്. ആയതുകൊണ്ട് ഓക്കെ മൈനസ് 1 വിട്ട് വരാം. ഓക്കെ ഇപ്പൊ 3 പൈ ടേംസ് വരിക. പൈ 1 r by rho l square v square. പൈ 2 mu by rho vl. Phi 3 k by v square into rho. So we can write, after getting all these pi terms, function of pi 1 comma pi 2 comma pi 3 equal to 0. That means function of pi 1 r by rho l square v square comma mu by rho vl comma k by v square into rho equal to 0. So after writing in this form, you can represent any of the pi terms in terms of function of other two. That is, either you can write pi 1 as a function of pi 2 and pi 3, or pi 2 as a function of pi 1 and pi 3, pi 3 as a function of pi 1 and pi 2. So here in this question, what they have asked is to find out an expression for resisting force. So the pi term involving resisting force is pi 1 r. So you can write the first pi term, that is r by rho l square v square, as a function of the remaining pi terms, that is mu by rho vl comma k by v square into rho. Or they have specifically said to find out an expression for resisting force r. So you can write r is equal to rho l square v square into some function of mu by rho vc into k by v square into rho. So this will be the answer. Okay.
So you write one more question. Using Buckingham's pi theorem, show that velocity through a circular orifice is given by velocity v is equal to root of 2gh into function of d by h comma mu by rho vh. Where h is the head crossing flow, causing ഫ്ലോക്ക് കാരണമാകുന്ന head causing flow. d is the diameter of the orifice. Mu is the coefficient of viscosity. Rho is the mass density. And g is the acceleration due to gravity. Question എഴുതിയോ? ഇതും ബക്കിംഗ്ഹാംസ് പൈ തിയറം വെച്ചിട്ട് ചെയ്യേണ്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ വെലോസിറ്റിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ? യൂസിങ് ബക്കിംഗ്ഹാംസ് പൈ തിയറം ഷോ ദാറ്റ് വെലോസിറ്റി, ഓക്കെ, വെലോസിറ്റി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഹിയർ വെലോസിറ്റി വിൽ ബി ദ ഡിപെൻഡന്റ് വേരിയബിൾ. ഈ ഒരു ഫോമിലേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു ഫോമിലേക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സോ ഹിയർ v will be the dependent. What all the remaining terms will be independent. That means g will be independent, h will be independent, then mu will be independent, rho will be independent.
ഓൾസോ ഡി. വി ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന ബാക്കിയുള്ള എല്ലാ ടേംസും. 2 കോൺസ്റ്റന്റ് ആണ്, കൺസിഡർ ചെയ്യേണ്ട. ജി ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, എച്ച് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, പിന്നെ ഡി ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. എച്ച് ഒരു തവണ പറഞ്ഞു ഇവിടെ, അതുകൊണ്ട് വീണ്ടും അത് എടുക്കണ്ട. മ്യൂ ഇൻഡിപെൻഡന്റ് ആണ്, ഡെൻസിറ്റി ഇൻഡിപെൻഡന്റ് ആണ്. ഇത്രയുമാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. So we can write velocity will be a function of g, h, mu, rho and d. Or function of velocity gh mu rho d. gh mu rho and d will be 0. So number of variables n 1 2 3 4 5 6. After that you have to get number of fundamental dimensions. It is represented by the symbol m. In order to get this, you have to find out the dimensional formula for all the quantity. Velocity Lt raised to minus 1. G is acceleration due to gravity. It is a kind of acceleration. Lt raised to minus 2. H height or head, so L. Mu dynamic viscosity, ml raised to minus 1, t raised to minus 1. Rho density, ml raised to minus 3. D diameter, linear dimension, L. So from here you will get number of fundamental dimension. Here 2, 1, 3, no 2, 2, 3, 1. So maximum will be 3. If you are considering this as a whole, so number of fundamental dimensions will be 3. After getting this, you have to find out number of pi terms. Number of pi terms, we have formula n minus m. Total 6 variables, out of which 3 are fundamental variables. So you will get number of pi terms as 3. So 3 pi terms come, pi 1, pi 2, pi 3. Each pi term will have m plus 1 variables, out of which m variables will be of repeating variable. M plus 1 variable. So here 3, total 4 variable will be in each dimensionless, that means pi term. So first 3 will be repeating variable. It will repeat in every pi term. So you have to select repeating variable. First repeating variable will be a geometric property. Second repeating variable will be a flow property. Third repeating variable will be a fluid property. You have to select such a way. ഇവിടെ geometric property ഉള്ളത് ഏതാ? H geometric property ആണ്. അപ്പൊ H എടുക്കുന്നു. ഇനി flow property ഉള്ളത് ഏതാ? Coefficient of viscosity, density. അത് fluid property. Flow ഏതാ? വെലോസിറ്റി. അവിടെയാണ് ഒരു പ്രശ്നം വരിക. ഇവിടെ വെലോസിറ്റി ഒരു ഫ്ലോ പ്രോപ്പർട്ടി ആണ്. പക്ഷേ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിളും ആണ്. ആണല്ലോ, വെലോസിറ്റി ഡിപ്പെൻഡന്റ് വേരിയബിൾ അല്ലേ? ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. ഡിപ്പെൻഡന്റ് വേരിയബിൾ
cannot be taken as a flow property. Please note it. Very, very important. Dependent variable cannot be considered as a repeating variable. Very important. Dependent variable cannot be considered as a repeating variable. Velocity flow property ആയിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ ഏതെടുക്കാം? ഇതൊക്കെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്. ഇതിനെ രണ്ടിനെയും എടുക്കാനും പറ്റില്ല. ഇത് ജിയോമെട്രിക് ആണ്, ഇതിനെയും എടുക്കാൻ പറ്റില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്, അതൊരു ഫ്ലോ പ്രോപ്പർട്ടിയാണ്. ആക്സിലറേഷൻ ഈസ് എ ഫ്ലോ പ്രോപ്പർട്ടി. സോ ടേക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആസ് ഫ്ലോ പ്രോപ്പർട്ടി. ജി. ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിട്ട് വിസ്കോസിറ്റി എടുക്കാം, ഡെൻസിറ്റി എടുക്കാം. ഇവിടെ വിസ്കസ് ഫ്ലോ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഡെൻസിറ്റി എടുക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. സോ ടേക്ക് റോ. സോ ദീസ് 3 ആർ മൈ റിപ്പീറ്റിംഗ് വേരിയബിൾ. എച്ച് ജി റോ. റിപ്പീറ്റിംഗ് വേരിയബിൾ ആയതുകൊണ്ട് പൈ2 അത് തന്നെ വരും. ആഫ്റ്റർ സെലക്ടിംഗ് റിപ്പീറ്റിംഗ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് പവർ. സിൻസ് ഇറ്റ് ഈസ് ഫസ്റ്റ് പൈ ടേം എച്ച് റൈസ് ടു a1, g റൈസ് ടു b1, റോ റൈസ് ടു c1, h റൈസ് ടു a2, g റൈസ് ടു b2, റോ റൈസ് ടു c2, h റൈസ് ടു a3, g റൈസ് ടു b3, റോ റൈസ് ടു c3. Then remaining 3 terms ഉണ്ട്. സോ g പോയി, റോ പോയി, h പോയി. പിന്നെ v ഉണ്ട്, മ്യൂ ഉണ്ട്, d ഉണ്ട്. അത് കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v, d, മ്യൂ. ഇനി ഡയമെൻഷൻ ഓരോന്നിൻ്റെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പവർ ഇക്വേറ്റ് ചെയ്യുക. ചെയ്ത് നോക്കുക കേട്ടോ.